മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരുടെ ചിത്രങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രചാരണം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ക്രിമിനൽ ഉദ്യോഗസ്ഥർ എന്ന വിശേഷണത്തോടെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള പ്രചാരണം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ ക്രിമിനൽ ഹെഡെന്നും പ്രചാരണത്തിലുണ്ട്. വിവരങ്ങളുമായി അരുൺരാജ് ചേരുകയാണ്. അരുൺരാജ്, ഇത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അല്ല, ഇത് ക്രിമിനൽ ഹെഡാണ്. ഇവർ ചെയ്യുന്നതെല്ലാം ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന രീതിയിലുള്ള പ്രചാരണം. മാത്രവുമല്ല, അതൊരു വേറിട്ട രീതിയിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണല്ലോ, ഫോട്ടോ പതിച്ചുള്ള ഒരു പ്രചാരണമാണല്ലോ. എവിടെയാണ് ഇത് കാണുന്നത്? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, ഇന്നലെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ ഭാഗത്ത് പ്രതിരോധം ഉണ്ടായിരുന്നു. ആ പ്രതിരോധമാണ് അല്ലെങ്കിൽ അക്രമം ഉണ്ടായിരുന്നു. ആ അക്രമത്തെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് ഒരു സ്റ്റേറ്റ് ക്യാമ്പയിനായി തന്നെ കൊണ്ടുപോകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പേജിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പേരിലുമാണ് ഇപ്പോൾ ഇത്തരം പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ കല്ലിയൂർ ഈ ക്രിമിനൽ സംഘത്തെ, മുഖ്യമന്ത്രിയുടെ ക്രിമിനൽ സംഘത്തിന്റെ ഹെഡാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന പോസ്റ്റിൽ കൃത്യമായി പറയുന്നത്. മറ്റൊന്ന്, ഇന്നലെ മർദ്ദിച്ച ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ മറ്റൊരു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അയാൾ ക്രിമിനൽ നമ്പർ 1 എന്നും തുടർന്നുള്ളവരുടെ ലിസ്റ്റുകൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് വിടും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ സംസ്ഥാന പേജിൽ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു സുരക്ഷയുടെ കാര്യത്തിൽ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ അക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ കടുത്ത രീതിയിലുള്ള പ്രതിഷേധവും സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇവർക്കെതിരെ പോസ്റ്റുകളുമായി ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ കൂടി, ഈ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കെതിരെ കൂടി ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന സൂചനയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഈ പോസ്റ്റിലൂടെ നൽകുന്നത്. ശരി, ആർ അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.